ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച്, സിനിമയുടെ ട്രെയിലർ റിലീസിനെ കുറിച്ചൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഹിറ്റ് സിനിമകൾ അണിയിച്ചേക്കുന്ന ഗിരീഷ് ഷെഡിയുടെ ഡയറക്ഷൻ എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് മമിത ബൈജു, നിവിൻ പോളി തുടങ്ങിയവരാണ് എത്തുന്നത്. മമിത ബൈജു പ്രേമലു എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മമിത ബൈജു വീണ്ടും ഗിരീഷ് ഷെഡി ചിത്രത്തിൽ നായികയായിട്ട് എത്തുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകത തന്നെയാണ്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിനേഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ തുടങ്ങിയവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഒരു കോമഡി, റൊമാൻറ്റിക്, ഫാമിലി എന്റർടൈനർ ആയിരിക്കും ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിന്റെ പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകളും മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചിത്രം ഈ ഒരു ഓണം നാളുകളിലാണ് തിയേറ്ററോട് എത്താൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം 27 ചിത്രം തിയേറ്ററോട് എത്താൻ പോകുമ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിനായിട്ടാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് അടുത്ത ശനിയാഴ്ച, ഞായറാഴ്ച ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് അയാൻ ഗെയിം ഓണം റിലീസായിട്ട് എത്താൻ പോകുന്ന ചിത്രങ്ങളുടെ തുടക്കമാണ്. ദുൽഖർ ചിത്രം അയാൻ ഗെയിമിന്റെ ട്രെയിലർ വമ്പൻ തരംഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഓണം റിലീസായിട്ട് കാത്തിരിക്കുന്ന ഖലീഫ, അതോടൊപ്പം തന്നെ ബദ്രഹേം കുടുംബ യൂണിറ്റ് തുടങ്ങിയ ചിത്രങ്ങളുടെ ട്രെയിലർ റിലീസിനായിട്ടാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കാം ബദ്രഹേം കുടുംബ യൂണിറ്റിന്റെ ട്രെയിലർ റിലീസ് എന്നാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ബദ്രഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിനായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.